ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നു. കോവിഡ് കാലത്തിനുള്ള സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണം. കർണാടകയിലെ പൊതുപരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം വന്നിരിക്കുന്നത്. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സജു, ഒരുപക്ഷെ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം, അതും പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇങ്ങനെ നടത്തുന്നത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണം പാലിക്കണം എന്നൊരു നിർദ്ദേശം, എന്നൊരു ആഹ്വാനം പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായത്? പ്രധാനമായിട്ടും പ്രധാനമന്ത്രി ഇപ്പോൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കോവിഡ് കാലത്തിന് സമാനമായി തന്നെ ജനങ്ങൾ നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്തണം, പാലിക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് എണ്ണവില അതികഠിനമായി മുൻപോട്ട് പോവുകയാണ്. വലിയ തോതിൽ എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് അതോടൊപ്പം തന്നെ വിദേശ നിർമ്മിത സാധനങ്ങളുടെയും വില വർധനവ് കാരണം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ആഗോള തലത്തിൽ ഈ വിഷയങ്ങളൊക്കെ അലട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുകയാണ്. അതിന്റെ പ്രാഥമിക ഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എണ്ണവില നിയന്ത്രിക്കുന്നതിന് അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങരുതെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം ജനങ്ങൾ തന്നെ സ്വയം ഏറ്റെടുത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തുള്ള എണ്ണ നിക്ഷേപം, കരുതൽ നിക്ഷേപം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ മുൻഗണനാ ക്രമത്തിൽ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പുകുത്തി വീഴാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഇപ്പോൾ അതായത് ഹോർമൂസ് കടലുകൾക്ക് വഴി ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാധാരണ നിലയിലേക്കുള്ള എണ്ണ കപ്പൽ അല്ലെങ്കിൽ എണ്ണ ഇപ്പോൾ ലഭിക്കുന്നില്ല. അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നിലവിലുള്ള എണ്ണയുടെ വില, പെട്രോളിന്റെയും ഡീസലിന്റെയും വില അതിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നിലയ്ക്ക് തന്നെ തുടരുകയാണ്. അതൊരു വലിയ വർധനയിലേക്ക് പോകാതിരിക്കണമെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള കരുതൽ നിക്ഷേപം അതെന്തായാലും തുടരണം. ഈ സ്ഥിതിക്ക് ഇന്ത്യയുടെ നിക്ഷേപകരമായിട്ടുള്ള രീതിയിൽ മുൻപോട്ട് പോകുന്നതിന് പ്രധാനമന്ത്രി ജനങ്ങളോട് ഇപ്പോൾ കർണാടകയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന എല്ലാ ജനങ്ങളും ഇത് പാലിക്കണമെന്നുള്ളതാണ്. ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതലായി ജനങ്ങൾ ആശ്രയിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കരുതൽ നിക്ഷേപം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ജനങ്ങളും മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് കാലത്തിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങൾ പാലിക്കണം, വിദേശ യാത്രകൾ കുറയ്ക്കണം, വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. പ്രജിൻ, സജു ചാമക്കാലയിലാണ് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.